എയർ ഇന്ത്യ എക്സ്പ്രസ് സമരത്തിനിടെ മരിച്ച പ്രവാസി നമ്പി രാജേഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന വിഷയത്തിൽ സാവകാശം തേടി എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് ഇക്കാര്യം അറിയിച്ച് കുടുംബത്തിന് ഇമെയിൽ സന്ദേശം അയച്ചു. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് സമരത്തിനിടെ നമ്പി രാജേഷ് എന്ന പ്രവാസി മരിച്ചു. ആ കുടുംബം അന്നു മുതൽ തന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് എയർ ഇന്ത്യ മാനേജ്മെന്റിന് മെയിൽ അയക്കുകയും ചെയ്യുന്നു. ഇപ്പോഴാണ് വളരെ വൈകി എയർ ഇന്ത്യ മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? തീർച്ചയായും സിജു, ഏതായാലും നമുക്കറിയാം ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സമരത്തെ തുടർന്ന് നമ്പി രാജേഷിന്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ സാധിച്ചിരുന്നില്ല. ഇത് ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്പി രാജേഷിന്റെ കുടുംബം എയർ ഇന്ത്യയോട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇതിലിപ്പോൾ കുറച്ചുകൂടി സാവകാശം ആണ് ഇപ്പോൾ എയർ ഇന്ത്യ തേടുന്നത്. കുറച്ചുകൂടി സമയം അനുവദിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്പി രാജേഷിന്റെ കുടുംബത്തിന് ഇമെയിലാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ഇതിൽ നഷ്ടപരിഹാരം വേണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം അത് പരിശോധിക്കും. അതിൽ കൃത്യമായ രീതിയിൽ പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു ഉറപ്പ് മാത്രമാണ് നിലവിൽ ഇപ്പോൾ എയർ ഇന്ത്യ ഏതായാലും നൽകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതായാലും നഷ്ടപരിഹാരം വേണം എന്നുള്ള നിലപാട് അത് കുടുംബം നേരത്തെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിനെ അറിയിച്ചിരുന്നു. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ് സമരത്തിനിടെ മരിച്ച പ്രവാസി നമ്പി രാജേഷിന്റെ കുടുംബത്തിന്റെ നഷ്ടപരിഹാരം എന്ന ആവശ്യം പരിഗണിക്കാം, സാവകാശം വേണമെന്നാവശ്യപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് കുടുംബത്തിന് ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുന്നു.